ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ എണീറ്റു, ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇന്ന് രാവിലെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫുള്ള് മഴയോട് മഴ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അവിയൽ വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചക്കറികളും കുറച്ച് ചക്കക്കുരുവൊക്കെ വെച്ച് നിങ്ങൾ അവിയൽ വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചക്കക്കുരു മാത്രം വെച്ച് അവിയൽ വയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയും ചക്കക്കുരുവും കൂടെ ചേർത്ത് എങ്ങനെ ഒരു അവിയൽ വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് അതുപയോഗിച്ച് അതിനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ കുക്കറിൽ നമുക്ക് ഒരുമിച്ച് ചമ്മന്തി കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ച് അവിയൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറി, ചക്കക്കുരു ഇതെല്ലാം ക്ലീൻ ചെയ്തതെല്ലാം ചേർത്ത് ഒരു കുക്കറിൽ ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇനി നമ്മളിത് അരച്ച് വച്ചിരിക്കുന്ന ഈ കൂട്ടും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് നല്ല തിരുമ്മി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം, അത്രയും മാത്രം മതി. കാരണം നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പം ഇത്രയും വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് ഇതിലോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പപ്പണിയാണ് നമുക്ക് അവിയൽ വയ്ക്കാൻ. അപ്പോൾ അതാ അവിയൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് കട്ടി ലൂസാക്കണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഇപ്പം അവിയൽ റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഞാനൊരു ബീട്രൂട്ടും മാങ്ങയും വെച്ചിട്ട് ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് നോക്കാം. അതിനായിട്ട് ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതുപോലെ മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1-2 മണിക്കൂർ നന്നായിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് അതിലോട്ട് ഉപ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ നമുക്ക് അച്ചാർ വയ്ക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇതിൽ ഈ ബീട്രൂട്ടിൻ്റെ ചവയൊന്നും കാണില്ല. ഈ മാങ്ങയുടെ പുളിപ്പെല്ലാം ആ ഉപ്പും പുളിയും എല്ലാം ബീട്രൂട്ടിൽ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനായി ഇതുപോലെ ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലാവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ അതാ നന്നായിട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. ആവശ്യത്തിന് പിന്നെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർക്കാം. അപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല. സിമ്പിളായിട്ട് ഉലുവയിട്ട് പൊട്ടിക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കായം ചേർക്കുമ്പോഴാണ് നല്ലതായിട്ടൊരു മണം വരുന്നത്. അപ്പോൾ അതും ചേർത്ത് തീ ഒന്നുകിൽ ഓഫ് ചെയ്യുക. അതിന് ശേഷം ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അത് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് പിന്നെ വേവിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് സാധാരണ മാങ്ങ ഇട്ടിട്ട് നമ്മൾ വേവിക്കാറില്ല.
പക്ഷേ ബീട്രൂട്ട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ച് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൻപയർ കറി. ഇതാണ് വൻപയർ. അതിനെ നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിര ഇടുക. കുതിര ഇട്ടതിന് ശേഷം നമുക്കതിന് വേണ്ടി നമുക്ക് കൂട്ട് നേരത്തെ തയ്യാറാക്കി വയ്ക്കാം. ആവശ്യത്തിന് തേങ്ങ, മുളക് പൊടി, ജീരകം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് അരച്ച് നന്നായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിനെ ഒരു കുക്കറിൽ ഈ വൻപയർ നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഇത് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാൽ വൻപയർ പെട്ടെന്ന് വേകും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിച്ച് എടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട് അടച്ച് വെച്ച് വേവിക്കുക. വൻപയറൊക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമ്മൾ വൻപയറെല്ലാം ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തത് തിരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ വൻപയറും ഞാൻ നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന കൂട്ടും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഈ സമയം നമുക്ക് പുളി കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പുളിയുടെ രസം കൂടെ ഉണ്ടാകുമ്പോൾ നന്നായിരിക്കും. അതിന് ശേഷം ആ കറിയിലോട്ട് കടുക് വറുത്ത് വീത്തുക. ഇത്രയേ ഉള്ളതാണ് വൻപയർ കറി. ഈ വൻപയർ വെച്ച് നമുക്ക് തോരൻ, അങ്ങനെ പല ചുമ്മാ വൻപയർ തേങ്ങയിട്ട് ഉപ്പും ചേർത്ത് കഴിക്കാം. അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വൻപയർ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കടുക് വറുത്ത് നമുക്ക് ഒഴിക്കാം. വേണമെങ്കിൽ ഈ വൻപയറിൽ നിന്ന് കുറച്ച് നമുക്ക് മിക്സിയിലെടുത്ത് അടിച്ച് അങ്ങനെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ പോലെ ഇരിക്കും. അപ്പോൾ അടുത്തൊരു ചിക്കൻ തോരനാണ്. ചിക്കൻ പീസ് ഉപ്പും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബാക്കി മസാലയൊക്കെ ചേർത്ത് വേവിച്ച് കുക്കറിൽ ഒരു 5 വിസിൽ കേൾപ്പിച്ച് വെച്ചിരിക്കുന്നതാണത്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. എല്ലാ മസാലകളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു സവാള, ചിക്കൻ തോരനായതുകൊണ്ട് വലുതായിട്ട് കൂടുതൽ നമുക്ക് സവാള ആവശ്യമില്ല. അപ്പോൾ ഒരു സവാള അരിഞ്ഞ് അതിനിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ പൊടികൾ എപ്പോഴും ചേർക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ പിന്നീട് രണ്ടും കൂടെ ചേർന്ന് വെന്തോളും. അപ്പോൾ ഇത് ഏകദേശം ഇനി ഇതിൽ വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം കൂടെ ചേരുമ്പം ഈ സവാള നന്നായിട്ട് വഴണ്ട് വന്നോളും. അപ്പോൾ ഞാൻ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ്. ഒരുവിധം സവാള വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു 10-15 മിനിറ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമ്മൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ചിക്കൻ നല്ല വെന്ത് വരും.